ശ്രീ ജിതിൻ ദേവ് BJP ആ വിമർശനം പങ്കുവെക്കുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്രസേനയും എത്തിയിട്ടില്ല, 2 ദിവസം കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ക്രൗഡ് മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് 3 മണി വരെ എങ്കിലും അവിടെ വളരെ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അഭിലാഷേ, ഒരു അയ്യപ്പ ഭക്തന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടുപോലും പരിക്കുണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എൻ്റെ പാർട്ടിയും. കാരണം ഒരു അയ്യപ്പ ഭക്തന് പോലും ഒന്നും സംഭവിക്കുക, ഒരു മുള്ളു കൊണ്ടുപോലും ഒരു പരിക്കുണ്ടാകരുത്. പക്ഷേ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല അഭിലാഷ്. ഇവർക്ക് ഇതിനകത്ത് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ, അവലോകന യോഗം കൂടി വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയാണ്. അല്ലേ, പണ്ടൊക്കെ പറയും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് പോലെ പ്രശാന്ത് അദ്ദേഹം എന്തായാലും ഇറങ്ങിപ്പോകുമോ, എന്നാൽ പിന്നെ ഇതെല്ലാം നശിക്കട്ടെ എന്നുള്ള സാഹചര്യം അദ്ദേഹം എടുത്തു. സ്വർണം കട്ടെടുക്കാൻ കാണിച്ച ഒരു ആർജവം പോലും ഇതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇവിടെ ശ്രീ അരുൺകുമാർ വായിച്ച കണക്കുകളൊക്കെ പച്ചക്കള്ളമാണ്. പമ്പയിൽ വേണ്ടുന്നത്ര ശൗചാലയങ്ങളില്ല, അങ്ങ് പറയുന്നത് കള്ളമാണ് അരുൺകുമാർ. അങ്ങ് ശബരിമലയിലോ അല്ലെങ്കിൽ പമ്പയിലേക്കോ ഒന്ന് പോകാൻ തയ്യാറാകണം. ഈ മരക്കൂട്ടത്തിന് താഴേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ വെളിച്ചമില്ലെന്ന് പറയുന്ന പരാതി വരുന്നു. കുടിവെള്ള വിതരണത്തിന് കിയോസ്ക് സ്ഥാപിച്ച കണക്ക് അങ്ങ് പറയുന്നു. ഇതൊക്കെ വെറുതെ പറയുകയാണ്. നിങ്ങൾക്ക് വെറുതെ ഇവർ എഴുതി തന്നിരിക്കുന്ന കണക്കാണ്. ഇതൊന്നും അവിടെ ഇല്ല. കുടിവെള്ളം കിട്ടാതെ 10-12 മണിക്കൂർ ദാഹജലം കിട്ടാതെ വലയുന്ന അയ്യപ്പ ഭക്തർ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് പരിവേദനം പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഇന്നത്തെ ദിവസം? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഭയചകിതനായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആശങ്കയുണ്ട്, ഭയമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ലേ? നിങ്ങൾ ഇതെല്ലാം ഈ കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 16-ാം തീയതിയാണ് ദേവസ്വം മെസ്സിന്റെ കോൺട്രാക്ട് കരാർ കൊടുക്കുന്നത്. നിങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ റിപ്പോർട്ടർ, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ സന്നിധാനത്തുണ്ടല്ലോ. 16-ാം തീയതിയാണ് കൊടുത്തത്. ഇന്ന് രാവിലെ അവിടുത്തെ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും തമ്മിൽ ഭക്ഷണത്തിന് പേരിൽ തർക്കമുണ്ടായി. ഈ തർക്കങ്ങളും കൃത്യമായി ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ എല്ലാം ഒരുപക്ഷെ ഇവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകുന്നു. 60 വരെയാണ് പരമാവധി. നിങ്ങൾ സ്റ്റോപ്പ് ക്ലോക്ക് വെച്ചിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു. 60 വരെയാണ് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് അവിടെ കയറ്റിവിടാൻ സാധിക്കുന്നത്. 80-90 പേർ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 60 പേരിലേക്ക് ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്ന ആൾക്കാർ ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമാണോ? ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളിൽ വലിയ വലിയ പാളിച്ചകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പാളിച്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളിവിടെ അയ്യപ്പ സംഗമത്തിന്റെ മേനി പറഞ്ഞില്ല അരുൺകുമാർ. നിങ്ങളുടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു സെമിനാർ വിഷയം തന്നെ എന്തായിരുന്നു? ഒരു സെമിനാർ വിഷയം തന്നെ ക്രൗഡ് മാനേജ്മെന്റ് ആയിരുന്നു, ആൾക്കൂട്ട നിയന്ത്രണമായിരുന്നു. എന്തേ നിങ്ങൾ അന്ന് പഠിച്ച ആ തന്ത്രങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാതെ പോയത്? ഇവിടെ അഭിലാഷ്, 70,000 പേർ എന്തായാലും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നുള്ള കാര്യം ദേവസ്വം ബോർഡിന് അറിയാം. 20,000-ഓളം പേർ സ്പോട്ട് ബുക്കിങ്ങിൽ എല്ലാ കാലവും ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ള കാര്യവും ഇവർക്കറിയാം. പിന്നെ പോയിട്ട് വന്നിരിക്കുന്നത് 10,000-ൽ താഴെ ആൾക്കാർ അധികമാണ്. നോക്കൂ, 10,000-ഓളം താഴെ ആൾക്കാർ അധികം വന്നപ്പോൾ തന്നെ നിയന്ത്രണാതീതമായി ദേവസ്വം ബോർഡിന് പ്രസിഡന്റിന് ഭയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ, സാധാരണ 1.5 ലക്ഷം 1.25 ലക്ഷം ആൾക്കാർ വരുന്ന സാഹചര്യമുണ്ട് ശബരിമലയിൽ മകരവിളക്ക് സമയത്തൊക്കെ. എങ്ങനെ ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും? ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങ് സൂചിപ്പിച്ച കേന്ദ്രസേനയുടെ പ്രശ്നം. കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കത്തയച്ചിരിക്കുന്നത് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ കത്തയച്ചിരിക്കുന്നത്. കേന്ദ്രസേനയുടെ മൂവ്മെന്റ് ഡിലേ ഉണ്ടാവുന്ന ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്ന കേന്ദ്രസേന എന്തായാലും അവർ കോയമ്പത്തൂർ തിരികെ എത്തി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമല്ലേ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കൂ? അപ്പോൾ ഈ മൂവ്മെന്റ് ഡിലേ മുൻകൂട്ടി അറിയാവുന്നിട്ട് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ ഞാൻ കുറച്ചു മുമ്പ് ഞാനൊരു അയ്യപ്പ ഭക്തനോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് കേട്ടു, അന്യദേശത്തു നിന്ന് വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റാച്യു പോലെ നിൽക്കുക. കാരണം ഭാഷാ പ്രശ്നമുണ്ട്, ഇവർക്ക് യാതൊന്നും മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശബരിമല നശിക്കണം, അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തർ ഇതിനൊക്കെ എന്താ പറയുക, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നുള്ള സർക്കാർ അജണ്ടയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശാന്താണ് ഇതിനകത്ത് ഒന്നാമത്തെ കുറ്റക്കാരൻ. ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളിലെല്ലാം ക്രമീകരണം നടത്തേണ്ടുന്ന, കൃത്യമായി അവലോകനം നടത്തേണ്ടുന്ന ആൾ തന്നെ ഇതിനകത്ത് വീഴ്ച കാണിച്ചിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ അഭിലാഷേ. നോക്കൂ, ശ്രീ VD സതീശൻ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്ന വ്യക്തിയല്ലേ? എന്തുകൊണ്ട് ഒരു ദിവസം ഈ പമ്പയിലൊന്ന് പോയിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സർക്കാരിനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടുന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചില്ല? BJPയുടെ 2 നേതാക്കന്മാർ, ശ്രീ PK കൃഷ്ണദാസും ശ്രീ കുമ്മനം രാജശേഖരനും 2 തവണയായി അവിടെ പോയി അവിടുത്തെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അവർ കണ്ടു. പക്ഷേ ഈ കാര്യം ചെയ്യാൻ പോലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ വീഴ്ചയിൽ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്, ഭരണപക്ഷത്തിനും പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കച്ചവട വസ്തുക്കളായിട്ട് ശബരിമലയെ മാറ്റാതെ ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് വരുന്ന, നിങ്ങളുടെ ഭാഷ തന്നെ കടമെടുത്താൽ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയ ശബരിമലയിൽ വിശ്വാസികളുടെ അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കി കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ അത് തയ്യാറാകാത്ത പക്ഷം
നിങ്ങൾ അത് തയ്യാറാകാത്ത പക്ഷം നിങ്ങൾ പൊതുജന മധ്യത്തിൽ വിശ്വാസികളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം അഭിലാഷേ, അവിടെ ധാരാളം സന്നദ്ധ സംഘടന ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം ഒഴിവാക്കി. നിങ്ങൾ സേവാഭാരതിയെ ഒഴിവാക്കി നിങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാം. പക്ഷെ നിങ്ങൾ എന്തിനാണ് അയ്യപ്പ സേവാ സംഘത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത്? ഇങ്ങനെ നിങ്ങൾ ഇതിനകത്ത് വീഴ്ചയുണ്ടാകണം. ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ സംശയിച്ചു. അതാണ് ബി ജെ പിയുടെ ആരോപണം.